നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യമായി നോക്കാം പ്രധാന വാർത്തകൾ. തളിക്കുളത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കാട്ടൂർ സ്വദേശി ആസിഫ് അസീസിന് ജീവപര്യന്തം ശിക്ഷ. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. തളിക്കുളം ഐനിച്ചോട് അരവശ്ശേരി വീട്ടിൽ നൂറുദ്ദീന്റെ മകൾ ഹാഷിദയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് കാട്ടൂർ പണിക്കർമൂല മംഗലത്തറ വീട്ടിൽ മുഹമ്മദ് ആസിഫ് അസീസിന് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പിഴത്തുകയിൽ നിന്ന് 1 ലക്ഷം രൂപ ഹാഷിദയുടെ മക്കൾക്ക് നൽകാനും ഇരിഞ്ഞാലക്കുട അഡീഷണൽ ജില്ലാ സെക്ഷൻ ജഡ്ജി N വിനോദ് കുമാർ വിധിച്ചു. 2022 ആഗസ്റ്റ് 20-നാണ് കേസിനാസ്പദമായ സംഭവം. രണ്ടാമത്തെ കുഞ്ഞിനെ പ്രസവിച്ച് 18ാം ദിവസം ഹാഷിദയെ മുഹമ്മദ് ആസിഫ് വെട്ടി മാരകമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു. തടയാൻ ചെന്ന ഹാഷിദയുടെ പിതാവ് നൂറുദ്ദീന്റെ തലയ്ക്കും വെട്ടേറ്റു. ഹാഷിദയുടെ മാതാവിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെട്ടേറ്റതിന്റെ പിറ്റേന്ന് വൈകിട്ടാണ് ഹാഷിദ മരിച്ചത്. വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന K സുശാന്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് അന്വേഷണം നടത്തിയത്. തുടർന്ന് കൊടുങ്ങല്ലൂർ DYSP ആയിരുന്ന NS സലീഷ് അന്വേഷണം ഏറ്റെടുക്കുകയും പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, എബിൻ ഗോപുരൻ, അൽജോ P ആന്റണി, TG സൗമ്യ എന്നിവർ ഹാജരായി. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. സമ്മേളനം നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാം തികഞ്ഞ ഒരു ക്ഷേത്രം എന്നുള്ളതിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം ഉള്ള ഒരു മഹാക്ഷേത്രം എന്നുള്ളതിന് ദക്ഷിണേന്ത്യയിലെ ഏക ശ്രീരാമക്ഷേത്രം എന്നുള്ളതിന് അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക പരിപാടികളുടെ കേന്ദ്രം എന്നുള്ളതിന് ഏറ്റവും പരമപ്രധാനമായിട്ടും വേണ്ടത് നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ മനോജ് സൂചിപ്പിച്ചത് 100ഓളം പേരുകൾ ഈ 26ാം തീയതിക്കുള്ളിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. സംഘങ്ങൾ, കലാപരിപാടികൾ അവതരിപ്പിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ അധ്യക്ഷനായി. ചലച്ചിത്ര താരം അപർണ ബാലമുരളി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഡേറ്റാണ് പറഞ്ഞിരുന്നത് ആദ്യം, പക്ഷെ കുറച്ച് തിരക്കുകൾ കാരണം അത് പറ്റിയില്ല. പക്ഷെ ബാക്കിയെല്ലാം ഒത്തുവന്ന് ഇന്നിവിടെ വരാൻ പറ്റിയതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഈ പ്രോഗ്രാംസ് എല്ലാം ഒരുപാട് നല്ല ആഘോഷമായി മാറട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാനും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയമ്മയും അറിയൂ
ദേവസ്വം മാനേജർ മനോജ് കെ നായർ, ബാലരവി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട്, സനാതന പാഠശാല പ്രസിഡന്റ് പി മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സോപാന സംഗീതജ്ഞൻ അമ്പലപ്പുഴ വിജയകുമാറിന്റെ സോപാന സംഗീതവും കഴിമ്പ്രം മധു ശക്തിധര പണിക്കരുടെ ഭക്തിഗാനമേളയും തുടർന്ന് പൂർവ്വരംഗ തളിക്കുളം അവതരിപ്പിച്ച നൃത്താർച്ചനയും അരങ്ങേറി. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ പി വിനു UDF സ്ഥാനാർത്ഥി. കോൺഗ്രസ് 9ാം വാർഡ് കമ്മിറ്റിയും കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയും ഐക്യകണ്ഠേന മുൻ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനുവിനെ DCC നേതൃത്വം സ്ഥാനാർത്ഥിയായി അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് നടന്ന നാട്ടിക കോൺഗ്രസ് നേതൃയോഗത്തിൽ പി വിനുവിനെ സ്ഥാനാർത്ഥിയായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി പ്രഖ്യാപിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചാൽ ആ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കൂടുമെന്ന് അവർ ഇവിടെ പറയുന്നത് കേട്ടു. ജയിക്കുമെന്നല്ല, ഭൂരിപക്ഷം കൂടും. അപ്പോൾ സ്ഥാനാർത്ഥിയൊക്കെ ഇവിടെ എല്ലാവരും ഐക്യകണ്ഠേന കണ്ടുവച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നാട്ടിക ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റ്. മുൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിക ഗ്രാമപഞ്ചായത്തിൽ വനിതാ പ്രസിഡന്റുമായി നമുക്ക് 2 പേരുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് സംവരണത്തിലായിരുന്നു, ഒന്ന് ജനറലായിരുന്നു. അതിൽ ജനറൽ വിഭാഗത്തിൽ മത്സരിച്ച് വിജയിച്ച വിനുവാണ് നമ്മുടെ 9ാം വാർഡിലെ. യോഗത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ അനിൽ പുളിക്കൽ, K ദിലീപ് കുമാർ, VR വിജയൻ, CG അജിത് കുമാർ, സ്ഥാനാർത്ഥി P വിനു, TV ഷൈൻ, ജീജ ശിവൻ, സന്ധ്യ ഷാജി, KV സുകുമാരൻ, PC മണികണ്ഠൻ, റീന പത്മനാഭൻ, രഹന ബിനേഷ്, ബിന്ദു പ്രദീപ്, KR ദാസൻ, ശ്രീദേവി മാധവൻ എന്നിവർ സംസാരിച്ചു. 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ഡിസംബർ 10 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് 4 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് ദുർഭരണത്തിനെതിരെയുള്ള ഒരു ജനവിധിയായി മാറും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും അഭിമാനപൂർവം ആത്മാഭിമാനത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥാനാർത്ഥി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി വിനുവാണ്. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിനുള്ള NDA സ്ഥാനാർത്ഥിയായി ജ്യോതി ദാസിനെ കഴിഞ്ഞ ദിവസം ചേർന്ന BJP യോഗം നിശ്ചയിച്ചു. 9ാം വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ പാനേഴത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ BJP മണ്ഡലം പ്രസിഡന്റ് EP ഹരീഷ് മാസ്റ്റർ, ജനറൽ സെക്രട്ടറി AK ചന്ദ്രശേഖരൻ, മണ്ഡലം സെക്രട്ടറി ലാൽ ഊണുങ്ങൽ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി PK ശ്രീകുട്ടൻ, NS ഉണ്ണിമോൻ, ദയാനന്ദൻ ഏറാട്ട, PK ബേബി, രാജേഷ് കാരയിൽ എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിവാര നൃത്തോത്സവത്തോടനുബന്ധിച്ച് നാട്യമണ്ഡപത്തിൽ കേരള കലാമണ്ഡലത്തിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച മോഹിനിയാട്ട, ഭരതനാട്യം, കുച്ചിപ്പുടി എന്നിവയുടെ സമന്വയമായി നാട്യത്രയം പ്രേക്ഷക ശ്രദ്ധ നേടി. നൃത്തക്ഷേത്ര സ്കൂൾ ഓഫ് ഡാൻസ് തിരുവനന്തപുരം ഗുരു ഗോപികയുടെ കേരള നടനവും ശിഷ്യരായ വൈഗ നന്ദകിഷോർ, വിസ്മയ എന്നിവരുടെ ഭരതനാട്യവും വീണ, മീനു എന്നിവരുടെ കുച്ചിപ്പിടിയും അരങ്ങിലെത്തി. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പ്രശസ്തിപത്രവും ഫലകവും പ്രസാദവും നൽകി ആദരിച്ചു.
തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളോടനുബന്ധിച്ച് തിരുവാതിരക്കളി നടന്നു. കലാപരിപാടികളുടെ രണ്ടാം ദിവസമായ ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വിവിധ ടീമുകളുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി നടന്നു. ഏകാദശിയോടനുബന്ധിച്ച് നടക്കുന്ന കലാപരിപാടികളുടെ തത്സമയം TCV ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളിലും ഗ്രാമ്യ യൂട്യൂബ് ചാനലുകളിലും ലഭ്യമാണ്. അന്തിക്കാട് ചിറമുഖത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ ദേശവിളക്കിനോടനുബന്ധിച്ച് ശനിയാഴ്ച രാവിലെ തിരുവാതിരക്കളിയും ആദരിക്കൽ ചടങ്ങും നടന്നു. ആലുംതാഴം ശിവരാഹി തിരുവാതിരക്കളി സംഘം, ശിവദം അന്തിക്കാട് എന്നിവരുടെ തിരുവാതിരക്കളി ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറി. തുടർന്ന് വിളക്ക് യോഗക്കാരായ ബ്രദേഴ്സ് അന്തിക്കാടിലെ 49 വർഷത്തോളം ദേശവിളക്കിന് നേതൃത്വം വഹിച്ചുവരുന്ന TK രാഘവൻ, 35 വർഷത്തെ നിസ്വാർത്ഥ സേവനത്തിന് രുക്മിണിയമ്മ എന്നിവരെ ക്ഷേത്രം രക്ഷാധികാരി C സുരേന്ദ്രൻ പൊന്നാടയണിയിച്ചും രാംകുമാർ കാട്ടാനിൽ മൊമെന്റോ നൽകിയും ആദരിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് N ബാലഗോപാൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M വിജയൻ, ട്രഷറർ M ഗിരിജാവല്ലവൻ, ജോയിന്റ് സെക്രട്ടറി K ശ്രീകുമാർ, M വിജയകുമാർ, M നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി. എടമുട്ടം ശ്രീ പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് കളമെഴുത്തുപാട്ട് നടന്നു. രാവിലെ വിശേഷാൽ പൂജകൾ, ഉച്ചയ്ക്ക് കൂറയിടൽ, വൈകിട്ട് കളമെഴുത്ത്, ദീപാരാധന, അഷ്ടപതി, സന്ധ്യാവേള, തായംപക, രാത്രി മുല്ലയ്ക്കൽ പാട്ട്, താലം കൊളുത്തുവേളം, കളപ്രദക്ഷിണം, കൂറ വലിക്കൽ എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി പ്രദോഷ് ശങ്കർ മുഖ്യ കാർമ്മികനായി. ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സുമിത്രൻ തോട്ടാരത്ത്, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ശ്യാമളാദേവി കിഴക്കേടത്ത്, ജനാർദ്ദൻ വല്ലത്ത്, പ്രകാശൻ കിഴക്കേപുരയ്ക്കൽ, സുജിത് കിളിയന്തര, മനോജ് കൂടക്കര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി.
ലോക പ്രമേഹ ദിനത്തിന്റെ ഭാഗമായി ലയൺസ് ക്ലബ്ബ് ഓഫ് ത്രിപുര ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ദയ ആശുപത്രിയുമായി സഹകരിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ പ്രമേഹ പരിശോധന ക്യാമ്പ് ആരംഭിച്ചു. ഡിസ്ട്രിക്ട് ഡയബറ്റിക് കോഓർഡിനേറ്റർ ബിജു പുറത്തൂർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് RIM സഖറിയ അധ്യക്ഷത വഹിച്ചു. റീജിയൻ ചെയർപേഴ്സൺ ലയൺ ആനി ജോസഫ്, സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ട്രഷറർ ജോസ് താടിക്കാരൻ, മാനേജർ മുഹസിൻ പാണ്ടികശാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ കാർത്തികേയൻ കുന്നുങ്ങൽ, മുഹമ്മദ് ഹുസൈൻ, റഷീദ് വീരസൻ, ANG ജേക്കോ, റാഫി MCM, സീമ സഖറിയ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ 8 വരെ സൗജന്യ പ്രമേഹ പരിശോധന ഇവിടെ ലഭ്യമായിരിക്കും. കാരണം ഒട്ടുമിക്ക വലിയ അസുഖങ്ങളുടെയും തുടക്കം ഡയബറ്റീസാണ്. അത് കണ്ടുപിടിച്ചാൽ സക്രി സാർ പറഞ്ഞ പോലെ അത് മാറ്റാവുന്നൊരു അസുഖമാണ്. പക്ഷെ ഒരു 40% ആളുകളും ഈ രോഗനിർണയം നടത്തിയിട്ടില്ല എന്നാണ് കണക്കുകൾ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ ലോകത്തിൻ്റെ സമാധാനവും ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ മുന്നിട്ടിറങ്ങിയ ലയൺസ് പ്രസ്ഥാനം 210 രാജ്യങ്ങളിലായിട്ട് 8 ഗ്ലോബൽ സർവീസ് പ്രോജക്റ്റുകളാണ് മെയിനായിട്ട്. ക്രിസ്ത്യൻ ഇവാഞ്ചലിക്കൽ മൂവ്മെന്റ് തൃശൂർ റീജിയൻ കമ്മിറ്റിയും അടൂർ റിംഗ് മിനിസ്ട്രീംസും സംയുക്തമായി വാടാനപ്പള്ളിയിൽ ലഹരി വിരുദ്ധ യാത്ര നടത്തി. ജോൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജിജി ദാനിയേൽ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ബിജു ജോസഫ്, KK അഭിലാഷ്, PT ജോൺ, ജോൺസൺ സാം, KE ബോവസ്, ജെയിൻ ജോഷി, മാത്യു B ജോസഫ് എന്നിവർ സംസാരിച്ചു. നാട്ടിലെ മുഴുവൻ അക്രമങ്ങളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെല്ലാം പുറകിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരുടെ എണ്ണമാണ് അതിൻ്റെ പുറകിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഓരോ കോടതികളിലും ആ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലടക്കം നമുക്കൊരിക്കലും അംഗീകരിക്കുവാനോ കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ആക്രമണങ്ങൾ നടന്നു വരികയാണ്. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് തളിക്കുളം ലയൺസ് ക്ലബ്ബ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയാണ് ക്യാമ്പ്. നേത്രരോഗ ചികിത്സ, ജനറൽ മെഡിസിൻ, അസ്ഥിരോഗ വിഭാഗം, പീഡിയാട്രീഷ്യൻ, ഡെന്റൽ, ആയുർവേദം എന്നീ വിഭാഗങ്ങളിലായാണ് ക്യാമ്പ് നടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ കടകൾ ചൊവ്വാഴ്ച അടച്ചിട്ട് പ്രതിഷേധിക്കും. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലെ വേതനവും ഉത്സവ ഭത്തയും നൽകണമെന്നാണ് റേഷൻ കട ഉടമകളുടെ ആവശ്യം. ഭക്ഷ്യവകുപ്പിനും ഉദ്യോഗസ്ഥർക്കും ഇന്ന് നോട്ടീസ് നൽകും. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വീണ്ടും തുടരും. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്. 5-star ഫെസിലിറ്റിയോട് കൂടിയ സിംഗിൾ, ഡബിൾ ആൻഡ് സ്യൂട്ട് റൂംസ്. വിവാഹം, ജന്മദിനം തുടങ്ങി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, ആധുനിക ശബ്ദ വെളിച്ച സംവിധാനത്തോടു കൂടിയുള്ള മനോഹരമായ ഓഡിറ്റോറിയം 9ാമത്തെ നിലയിൽ ഒരുക്കിയിരിക്കുന്നു. പടിഞ്ഞാറ് അറബിക്കടലിന്റെയും കിഴക്ക് കനോലി കനാലിന്റെയും ഇടയിലായി പ്രകൃതി രമണീയമായ അന്തരീക്ഷത്തിന്റെ വശ്യ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ആഘോഷവേളകൾ മനോഹരമാക്കാം. മിനി കോൺഫറൻസ് ഹാൾ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം. അശോക ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് തളിക്കുളം. ഭക്തരക്ഷകനായ ശ്രീ ഗുരുവായൂരപ്പന്റെ തന്ത്രിമുഖ്യൻ ഭക്തവത്സലനായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് പൂജാതി കർമ്മങ്ങൾ അർപ്പിക്കുന്ന സത്മുഹൂർത്തം സമാഗതമാകുന്നു. ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സ്വാമി സഹസ്രനാമ പഞ്ചലക്ഷാർച്ചന യജ്ഞത്തിന്റെ പ്രഥമ ദിനമായ നവംബർ 19 ദേവസ്ഥാനത്തെ ശ്രീ വിഷ്ണുമായ സ്വാമിക്ക് നവക കലശ പൂജയും കളഭമാടലും പ്രസന്ന മഹാ ആരതിയും നടത്തുവാൻ വരികയാണ് ശ്രീ ഗുരുവായൂരപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്. ഹന്തഭാഗ്യം ജനാനാം എന്ന മേൽപ്പത്തൂർ പറഞ്ഞതുപോലെ ഇതും ഭക്തജനങ്ങൾക്ക് സുഹൃതം തന്നെ. ഭക്തവത്സലനായ ശ്രീ ഗുരുവായൂരപ്പന്റെയും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെയും പരിപൂർണ അനുഗ്രഹം തന്നെ ഏവരെയും ദേവസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു.
അറിഞ്ഞില്ലേ? ലാൽ ജ്വല്ലറി കാഞ്ഞാണിയിൽ BIS HUID ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾക്ക് നിർമ്മാണ വില മാത്രം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മനോഹര ശേഖരം. ആന്റിക്, നഗാസ്, സിംഗപ്പൂർ, രാജ്കോട്ട് ആഭരണങ്ങളുടെ വെറൈറ്റി മോഡലുകൾ. പഴയ സ്വർണത്തിന് ഏറ്റവും കൂടിയ വില. പണയത്തിലിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കുവാൻ സഹായിക്കുന്നു. വേദനയില്ലാതെ കാതുകുത്തുന്നു. 26ാം വർഷത്തിലേക്ക് വിജയകരമായി എത്തിച്ച എല്ലാവർക്കും നന്ദി. ലാൽ ജ്വല്ലറി, ഗോൾഡ്, സിൽവർ ആൻഡ് ഡയമണ്ട്. ഫോൺ 26333614. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. തിരികെ വാർത്തകളിലേക്ക്. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മതിലകം ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം കൂളിമുട്ടം കുടുംബശ്രീയുമായി സഹകരിച്ച് TB പ്രമേഹം ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS രാജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ അധ്യക്ഷയായി. കൂളിമുട്ടം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PG സംഗീത, വാർഡ് മെമ്പർമാരായ VS രവീന്ദ്രൻ, പ്രേമാനന്ദൻ, പ്രിയ ഹരിലാൽ, EK ബിജു, പെരിഞ്ഞനം ഹെൽത്ത് സൂപ്പർവൈസർ രമേശ്, STLS പ്രിയ, TB ഹെൽത്ത് വിസിറ്റർ അമ്പിളി, ഹെൽത്ത് ഇൻസ്പെക്ടർ KG സണ്ണി എന്നിവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി നെഹ്റുവും ഇന്ത്യയും എന്ന വിഷയത്തിൽ സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്വിസ് മത്സരം സിറാഫിക് ഗേൾസ് ഹൈസ്കൂളിൽ നടത്തി. ഫോറം ചെയർമാൻ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവും എഴുത്തുകാരനുമായ ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ക്വിസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. നെഹ്റുവിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം മത്സരങ്ങൾ അനിവാര്യമാണെന്നും ഊതിക്കാച്ചിയ പൊന്നിന് തുല്യമായി ശോഭ കെടാതെ ജവഹർലാൽ നെഹ്റു ഉദിച്ചുയർന്നുകൊണ്ടിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, ഹെഡ്മിസ്ട്രസ് ഇൻചാർജ് സിസ്റ്റർ ലിസറ്റ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CT ജോസ്, VK പ്രദീപ്, പ്രോഗ്രാം കോർഡിനേറ്റർ നിസാർ കുമ്മകണ്ടത്ത് എന്നിവർ പ്രസംഗിച്ചു. PU രാമദാസ്, അശ്വതി വാസുദേവൻ എന്നിവർ ക്വിസ് മത്സരം നയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം GHSS പെരിങ്ങോട്ടുകരയിലെ മെഹ്റിൻ അഞ്ജന ദേവി ടീം കരസ്ഥമാക്കി. 2ാം സ്ഥാനം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻപീടികയിലെ ആയിഷ P, നൌഷാദ്, ആൻഡ്രിയ ടീം എന്നിവർ നേടി. 3ാം സ്ഥാനം ശ്രീഗോകുലം പബ്ലിക് സ്കൂളിലെ ശ്രിയ TA, ശ്യാമിലി കൃഷ്ണ ടീം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 1ാം സ്ഥാനം സിറാഫിക് ഗേൾസ് ഹൈസ്കൂൾ പെരിങ്ങോട്ടുകരയിലെ ഷരാരാസാദ്, അൻസിന P, മനോജ് എന്നിവർ നേടി. 2ാം സ്ഥാനം ഹൈസ്കൂൾ അന്തിക്കാട് ദേവനാരായൺ PS, ധർമ്മിക് ദ്വേദാദ് PU എന്നിവർ കരസ്ഥമാക്കി. 3ാം സ്ഥാനം സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പുത്തൻപീടികയിലെ ഇമാനുവൽ, കെൽവിൻ AP ടീം എന്നിവർക്കാണ് ലഭിച്ചത്. അപ്പോ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മാനം കിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, വളരെയധികം പേര് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളവരുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നിരവധി പേര് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നിട്ടുണ്ട്. നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സമാധിയിൽ വിശേഷാൽ പൂജകൾ, ഹനുമാൻ സ്വാമിക്ക് കലശാഭിഷേകം, സുബ്രഹ്മണ്യ സ്വാമിക്ക് കലശാഭിഷേകം, ചിന്തപാട്ട്, ഉച്ചയ്ക്ക് അന്നദാനം എന്നിവ നടന്നു. മഠാധിപതി അനന്തു സുരേഷ്, മുഖ്യ കാര്യദർശി EK രാജൻ എന്നിവർ മുഖ്യ കാർമ്മികരായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു.
കലകൾ മനുഷ്യന്റെ വിവിധ മേഖലകളാൽ വളർച്ചയുടെ പടവുകൾ കയറാനുള്ളതാവണം. ഈർഷ്യതയും വൈരാഗ്യവും വെടിഞ്ഞ് സ്നേഹസാമ്രാജ്യം തീർക്കാൻ പ്രേരകമാക്കണമെന്ന് പ്രമുഖ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് പറഞ്ഞു. ഒരു കാൽക്കുലേഷൻ നടത്തിക്കൊണ്ട് എൻ്റെ അറിവ് അതാണ് ഞാൻ സമൂഹത്തിനോട് നന്മയായി സ്നേഹത്തിൻ്റെ ഭാഷയിൽ സന്ദേശമായിട്ട് കൊടുക്കാറുണ്ട്. അത്തരം കാര്യങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളൂ. കൂടുതൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാർ മനസ്സിലാക്കിയിട്ടുള്ള പഠിച്ചിട്ടുള്ള വിഷയങ്ങളിലേക്കൊന്നും എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. മദാർ ഇസ്ലാമിക് അക്കാദമിയിലെ പ്രോക്സിമ സ്റ്റുഡൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 ദിനങ്ങളിലായി 150ലേറെ മത്സരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഫെസ്റ്റിവൽ ഷമീർ സഖാഫി അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു. ഫാക്കിഖ് ബുഖാരി, കാമിൽ ഹാറൂനി ആമുഖ പ്രഭാഷണം നടത്തി. ജംഷീർ ബാഘവി വെങ്ങാട്, ഉനൈസ് ബുഖാരി നിലമ്പൂർ, മുഹമ്മദ് ബുഖാരി മേച്ചേരിപ്പടി, ഹാഫിൽ ഷഹീർ സഖാഫി പെരുമ്പാവൂർ, അബ്ദുൽ റഷീദ് സഖാഫി ചെറുതുരുത്തി, മൂസിൻ വാടാനപ്പള്ളി, ഷിനാസ് താണിശ്ശേരി എന്നിവർ സംസാരിച്ചു. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPOയും SPC പ്രൊജക്ടിന്റെ തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡ്രിൽ ഇൻസ്പെക്ടർ കൂടിയായ സൂര്യ കേഡറ്റുകൾക്ക് പോലീസ് സ്റ്റേഷന്റെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളും, തോക്കുകൾ, ലാത്തി, വിലങ്ങുകൾ എന്നിവയെക്കുറിച്ച് വിശദീകരിച്ചു നൽകി. പ്രധാനാധ്യാപിക അഫ്സദ്, CPO KJ പ്രേംകുമാർ, സ്കൂൾ PTA പ്രസിഡന്റ് MS സജീഷ് എന്നിവർ നേതൃത്വം നൽകി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജെൻഡർ റിസോഴ്സ് സെന്റർ പ്രവർത്തനങ്ങൾ എന്ന പദ്ധതിയുടെ ഭാഗമായി ഗർഭകാലം ആസ്വാദ്യകരമാക്കാം എന്ന വിഷയത്തിൽ ശില്പശാല നടത്തി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നിസാർ അധ്യക്ഷനായി. ഡോക്ടർ രുക്മ ഉദയൻ ക്ലാസ് എടുത്തു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ AS സബിത്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രന്യ ബിനീഷ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുലേഖ ജമാലു, മെമ്പർമാരായ ഷൈജ ഉദയകുമാർ, ശ്രീകല ദേവാനന്ദ്, ദിനേഷ് KS, സന്തോഷ് പണിക്കശ്ശേരി, കുടുംബശ്രീ CDS വൈസ് ചെയർപേഴ്സൺ അസീബ അസീസ്, കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ ശ്രീരേഖ, ദീപ്തി MU എന്നിവർ സംസാരിച്ചു. വിവാഹിതരായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലക്ഷ്യം നമ്മൾ അമ്മമാരാകുക എന്നുള്ളതാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടതുണ്ട്. നമ്മുടെ മാനസിക വെല്ലുവിളികളെ അകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള വിഷയങ്ങളിലൂടെ കടന്നു പോകേണ്ടതാണ്. തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ച് തണ്ടാശ്ശേരി തറവാട്ടുകാരുടെ നിറമാല നടന്നു. നിറമാലയിൽ തണ്ടാശ്ശേരി രഘുനാഥൻ മകൻ രാമൻ, തണ്ടാശ്ശേരി ഡോക്ടർ പ്രസാദ്, തണ്ടാശ്ശേരി രമേശ്, തണ്ടാശ്ശേരി നാരായണൻ, ഡോക്ടർ സലുജ സാജിദ്, ദിവാസ് ആലക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. തൃപ്രയാർ ബലരാമൻ എന്ന ആനയെ വഴിപാടായി നടയിരുത്തിയത് തണ്ടാശ്ശേരി തറവാട്ടുകാരായിരുന്നു. ശ്രീഗോകുലം പബ്ലിക് സ്കൂളിൽ സെൽഫ് ഗവൺമെന്റ് ഡേ സംഘടിപ്പിച്ചു. സ്കൂളിന്റെ പ്രവർത്തന സംവിധാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. അന്നേ ദിവസം സ്കൂളിന്റെ പ്രവർത്തന ചുമതല പൂർണ്ണമായും കുട്ടികളായിരുന്നു നിർവഹിച്ചത്. മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകളും സമ്മാനിച്ചു. ഈ വർഷത്തെ ശിശുദിനവും സമുചിതമായി ആഘോഷിച്ചു. ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ KN ജോഷി, ശിവഗിരി ആശ്രമത്തിലെ ദേവാനന്ദഗിരി സ്വാമികൾ, സ്കൂൾ പ്രിൻസിപ്പൽ അഭിലാഷ് KR, സ്കൂൾ കറസ്പോണ്ടന്റ് ധനജ സലീഷ്, അഡ്മിനിസ്ട്രേറ്റ് ഓഫീസർ ശ്രീജ ബോസ് എന്നിവർ പങ്കെടുത്തു. ഭിന്നശേഷിക്കാരനായ യുവാവിന് ശ്രീ ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നൽകുന്ന വീൽചെയർ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ KR അഭിലാഷ് സമ്മാനിച്ചു. ജില്ലയിലെ അതിതീവ്ര ദരിദ്ര വിഭാഗങ്ങളെ സഹായിക്കുന്നതിനായി കളക്ടർ ഏർപ്പെടുത്തിയ ടുഗദർ ഫോർ തൃശൂർ ക്യാമ്പയിന്റെ വാർഷികാഘോഷവും നടത്തി. തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ട്രോഫികൾ വിതരണവും ചെയ്തു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. IMA ബ്ലഡ് ബാങ്ക് തൃശൂരിന്റെയും കേരള പോലീസ് പോൾ ബ്ലഡ് പ്രൊജക്ടിന്റെയും
HDFC ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് NSS യൂണിറ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ഷെഫീഖ് വലപ്പാട് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് ഗിരീഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം ഓഫീസർ മഞ്ജു KJ പദ്ധതി വിശദീകരണം നടത്തി. പ്രിൻസിപ്പൽ ഇൻചാർജ് മിനി KN, ഹെഡ്മിസ്ട്രസ് ഷീജ ടിയ, മാതൃസംഗമം പ്രസിഡന്റ് ഷിഭ ഷാജഹാൻ, SMC ചെയർപേഴ്സൺ സരിത രാജു, NSS ലീഡർ കുമാരി ശ്രേയ VS എന്നിവർ സംസാരിച്ചു. ചെയ്തു കഴിഞ്ഞാൽ പോലീസിനെ അറിയിക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് പോൾ ആപ്പ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് പോൾ ആപ്പിൻ്റെ ഈ ആ പ്രൊജക്റ്റ് പോൾ ബ്ലഡ് പ്രൊജക്റ്റുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് ഈ ഒരു രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അവരുടെ മുഴുവനായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ട് എല്ലാ കാര്യങ്ങളിലും. അതുപോലെ തന്നെ നമ്മുടെ HDFC ബാങ്കാണ് നമ്മൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ട് നമുക്ക് തരുന്നത് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ. അപ്പോൾ ഈ നമ്മുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, കോളേജുകളിൽ നമ്മൾ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഡോണേഴ്സിനെ കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. കോളേജുകളിലെ കുട്ടികളെല്ലാവരും 18 വയസ്സ് തികഞ്ഞ കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികളെല്ലാവരും ഡൊണേറ്റ് ചെയ്യും, പുറത്തുനിന്ന് ഒരാളെ സംഘടിപ്പിക്കേണ്ടതില്ല. പക്ഷേ ഒരു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ടാസ്ക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഡോണർ മണലൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലെയും കാരമുഖ ശ്രീനാരായണ ഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ശലഭോത്സവം എന്ന പേരിൽ പ്രീ പ്രൈമറി കലോത്സവം സംഘടിപ്പിച്ചു. SNGS സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങ് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രീ പ്രൈമറി PTA പ്രസിഡന്റ് രാകേഷ് പരത്താട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ CS പ്രദീപ് മാസ്റ്റർ, പ്രധാനാധ്യാപിക ജയന്തി ടീച്ചർ, പ്രിൻസിപ്പൽ പ്രീതി ടീച്ചർ, ശശി മാസ്റ്റർ, അധ്യാപകരായ ബിന്ദു, ധന്യ, പഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പരത്താട്ടിൽ, ബിന്ദു സതീഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മണലൂർ പഞ്ചായത്തിലെ വിവിധ അംഗനവാടികളിലെ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. ഇതുപോലെയുള്ള കലോത്സവങ്ങൾ സഹായിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്കറിയാം കൊച്ചുകുട്ടികൾ അവർ 1-2 വയസ്സ് കഴിയുമ്പോൾ തന്നെ കലാപരമായ കഴിവുകൾ അവർ ഉയർത്തുകയും പല രീതിയിലുള്ള കായികമായും കഴിവുകൾ അവരുടെ കയ്യിലുണ്ട്. അത് വളർത്തിയെടുക്കുവാൻ നമ്മുടെ ഇതുപോലെ രക്ഷാധികാരികളും അതുപോലെ PTA അതുപോലെ നമ്മുടെ പ്രീ പ്രൈമറി ടീച്ചർമാർ, അംഗൻവാടി ടീച്ചർമാർ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവരുടെ ഭാവിയിൽ വലിയൊരു മുതൽക്കൂട്ടായി ഈ കലോത്സവങ്ങൾ വളർത്തിയെടുത്ത് കൊണ്ടുവരാനും അവർക്ക് കഴിയണമെന്നാണ് എൻ്റെ വിശ്വാസം. AITUC നാട്ടിക ചേർപ്പ് മണ്ഡലം സംയുക്ത പ്രവർത്തക കൺവെൻഷന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം പെരിങ്ങോട്ടുകര KP പ്രഭാകരൻ സ്മാരക ഹാളിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ES പ്രതീഷ് അധ്യക്ഷത വഹിച്ചു. CPI ചേർപ്പ് മണ്ഡലം സെക്രട്ടറി PV അശോകൻ, AITU നാട്ടിക മണ്ഡലം സെക്രട്ടറി AK അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. എട്ട് വർഷം കഴിഞ്ഞത് 9-ാം വർഷത്തിലാണ് ഉണ്ടായപ്പോ ശമ്പളത്തിന്റെ വർധനവ് ആനുപാതികമായിട്ടല്ല, മറിച്ച് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടാണ് വർധനവ് ഉണ്ടാകുന്നത്. മാത്രമല്ല അവിടെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങളും വെട്ടിക്കുറയപ്പെട്ടു. ഒരു കാര്യം പറഞ്ഞാൽ ഏറ്റവും കഠിനമായി ജോലി ചെയ്യുന്നവരാണ് അവർ. ജനുവരി 1 നടക്കുന്ന മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്ക് മഹോത്സവത്തിന്റെ വിളക്ക് കുറിക്കൽ ചടങ്ങ് നടത്തി. അയ്യപ്പൻകാവ് ക്ഷേത്രനടയിൽ നടത്തിയ ചടങ്ങിൽ വിളക്കിന് ആവശ്യമായ പൂജാദ്രവ്യങ്ങളുടെയും മറ്റ് ആവശ്യ സാമഗ്രികളുടെയും ചാർത്ത് കൈമാറി. ദേശവിളക്കിന്റെ ആചാര ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന സോമൻ നായരിൽ നിന്നും കമ്മിറ്റി പ്രസിഡന്റ് PC സുധീർ ചാർത്ത് ഏറ്റുവാങ്ങി. തുടർന്ന് പൊറ്റേക്കാട് സജീവനിൽ നിന്നും ദേശവിളക്ക് നടത്തിപ്പിന് ആവശ്യമായ ആദ്യ സംഭാവനയും സ്വീകരിച്ചു. അയ്യപ്പൻകാവ് ക്ഷേത്ര നടയിൽ വെച്ച് കൂടുകയാണ്. 28-ാം തീയതി തൊട്ട് മണലൂർ അയ്യപ്പൻകാവ് ദേശവിളക്കിൻ്റെ ദേശത്തെ പറ ഈ ദേശത്തെ ഭക്തജനങ്ങളുടെ വീട്ടിൽ ശാസ്താവ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നതോടുകൂടി 28, 29, 30, 31 എന്നീ ദിവസങ്ങളിലാണ് ദേശത്തെ പറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തളിക്കുളത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ കാട്ടൂർ സ്വദേശി ആസിഫ് അസീസിന് ജീവപര്യന്തം ശിക്ഷ.
തൃപ്രയാർ ഏകാദശിയോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി. നാട്ടിക പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDF NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.